മുൻ ഫയർഫോഴ്സ് ഡയറക്ടർ പ്രസാദ് ഇബി കൂടി നമ്മൾ ചേരുകയാണ്. ശ്രീ പ്രസാദ് ഇബി, ഇപ്പോൾ സേനാപതി വേണു പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇന്നത്തെ വിവരങ്ങൾ വെച്ചാണ് സേനാപതി വേണു സംസാരിച്ചത്. ഇപ്പോൾ അണ്ടർ കറണ്ട് അടിയൊഴുക്ക് വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന് ചെന്ന് ഇത്തരത്തിലൊരു രക്ഷാപ്രവർത്തനം നടത്താൻ സാധ്യതയില്ല, പറ്റില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അത് സ്വാഭാവികമാണ്. നേവി തന്നെ, ദൗത്യസംഘം തന്നെ പറയുകയും ചെയ്തു. 3 നോട്ടിൽ കൂടുതൽ ആയിക്കഴിഞ്ഞാൽ ഒരിക്കലും ഈ രക്ഷാപ്രവർത്തനം നേവിക്ക് പോലും സാധ്യമല്ല. പക്ഷേ ചെയ്യേണ്ടത് കൃത്യസമയത്ത് ചെയ്യാതിരുന്നു എന്നൊരു തോന്നൽ താങ്കൾക്കുണ്ടോ? രക്ഷാപ്രവർത്തനം തുടങ്ങുന്നതിന് താമസം നേരിട്ടു എന്നുള്ളത് ഒരു സത്യമാണ്. കാരണം കർണാടകയുടെ പല ഭാഗത്തും ദുരന്തം നേടുന്ന സമയത്ത് ഷിരൂരിലെ കാര്യങ്ങൾ പ്രത്യേകിച്ച് പരിഗണന കൊടുത്ത് അവിടെ വേണ്ട രീതിയിലുള്ള ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റി തുടങ്ങാൻ താമസിച്ചു എന്നുള്ള നേരാണ്. പക്ഷേ അത് തുടങ്ങിയതിന് ശേഷം പിന്നീട് അതിൻ്റെ ചെയിൻ ഓഫ് കമാൻഡ് വിട്ടുപോയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പല രീതിയിലും റെസ്ക്യൂ ഓപ്പറേഷൻ മാറി മാറി വരുന്നൊരു അവസ്ഥയുണ്ടായി. അതിനിടയിൽ കർണാടക റവന്യൂ മന്ത്രി അർജുൻ്റെ വാഹനം കരയിലില്ല എന്ന് തീർത്തും പറഞ്ഞു കഴിഞ്ഞു. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് തലവനെന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞത് മുഖവിലക്കെടുക്കേണ്ടതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ നല്ല രീതിയിലൊരു റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുന്നത്. അപ്പോൾ പല രീതിയിലുള്ള തടസ്സങ്ങൾ ഇതിൻ്റെ തുടക്കത്തിൽ വന്നു എന്നുള്ളത് നേരാണ്. അത് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. ഇനിയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ശക്തമായിട്ട് നല്ല രീതിയിൽ കോർഡിനേഷനോടുകൂടി അവരുടെ ചെയിൻ ഓഫ് കമാൻഡ് വിട്ടുപോകാതെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ ചെയ്യാനുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും അണ്ടർ വാട്ടർ കറണ്ട് ഉള്ള സമയത്ത് മനുഷ്യനായിട്ടുള്ള രക്ഷാപ്രവർത്തകർക്ക് അടിയിൽ ഇറങ്ങാൻ സാധിക്കില്ല. പക്ഷേ ഇതൊന്നും പെർമനൻ്റായിട്ട് നിൽക്കുന്നൊരു കാര്യമല്ല. അത് മാറും. ഒരു മഴയും തോരാതിരിക്കില്ല എന്ന് പറയുന്നത് പോലെ ഒരടിയൊഴുക്കും സ്ഥായിയായിട്ടുണ്ടാവില്ല. അത് നമുക്ക് മാറിക്കിട്ടും. നമുക്ക് അനുകൂലമായൊരു സാഹചര്യം ഉണ്ടാകും. ആ സാഹചര്യം വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ രീതിയിലുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ അവിടെ നടക്കുന്നതെങ്കിൽ വളരെ കാര്യക്ഷമമായിട്ട് ഭൂമുള്ള എക്സ്കവേറ്റർ കൊണ്ടും അതുപോലെ നല്ല പ്ലാറ്റ്ഫോം അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അത് വെച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കും. അതുപോലെ ഡ്രഡ്ജിങ് നടത്തി വാട്ടർ കറണ്ടിൻ്റെ ഫോഴ്സ് കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള ആലോചിക്കുന്നുണ്ട്. എല്ലാം വളരെ പോസിറ്റീവ് ആംഗിളിൽ ചിന്തിക്കുമ്പോൾ അത് നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ദൗത്യം പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം.